ഞാനിപ്പോൾ മാംഗ്ലൂരാണുള്ളത്. അപ്പോൾ തുടരും റിലീസായ കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് കാണാൻ പോകാനുള്ളൊരു പ്ലാനിങ്ങിലാണ്. പറ്റിയാൽ ഇന്ന് തന്നെ പോകണമെന്നുണ്ട്. ഉണ്ടാവുമെന്ന് അറിയത്തില്ല. കസിൻസിനെയൊക്കെ കൂട്ടി പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു സിനിമയും കാണാൻ എനിക്ക് ഇത്രയും ആകാംക്ഷ തോന്നിയിട്ടില്ല. എനിക്ക് തുടരും എന്താണെന്നറിയത്തില്ല. ചിലപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ലാലേട്ടനും ശോഭന ചേച്ചിയും ഒന്നിച്ചഭിനയിക്കുന്ന സിനിമ ആയതുകൊണ്ടാവാം. എനിക്ക് പിന്നെ 90s ലാലേട്ടനെ ഭയങ്കര ഇഷ്ടമാട്ടോ. 90s ലാലേട്ടൻ അഭിനയിച്ച എല്ലാ സിനിമയും എനിക്ക് ഒത്തിരി 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 ഇഷ്ടമാണ്. ലാലേട്ടൻ്റെ സിനിമകളിൽ എനിക്ക് എത്ര കണ്ടാലും മതി വരാത്ത സിനിമയാണ് ചിത്രം. അതേപോലെ തന്നെയാണ് കിലുക്കവും. പക്ഷേ ചിത്രത്തിൻ്റെ ആ ക്ലൈമാക്സ് രംഗം, അയ്യോ, എനിക്കത് ഇപ്പോഴും എനിക്ക് ഭയങ്കര വിഷമമാണ് ആ സീന് കാണുന്നത്. ഞാനിപ്പോഴും ആകാശത്ത് നക്ഷത്രങ്ങൾ കാണുമ്പോൾ ലാലേട്ടൻ പറഞ്ഞ ആ ഡയലോഗായിരിക്കും എൻ്റെ മനസ്സിൽ വരുന്നത്. കല്യാണിയോട് വിഷ്ണു പറയുന്നൊരു ഡയലോഗുണ്ടല്ലോ, നാളെ തുടങ്ങി ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളിൽ ഒരെണ്ണം ഞാനായിരിക്കും എന്ന് പറഞ്ഞിട്ടൊരു ഡയലോഗുണ്ട്. ഞാൻ ശരിക്കും ആ സിനിമ കാണുമ്പോൾ ഞാൻ എത്രയിലാ, 7-ലാണോ 8-ലാണോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ആ സമയത്താണ് ഞാൻ വെക്കേഷൻ ഇവിടെ മാംഗ്ലൂർക്ക് വെക്കേഷന് വേണ്ടി വന്നപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും പിന്നെ ഞങ്ങളുടെ കുറച്ച് ഫാമിലി ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരുമായിട്ട് പോയി കണ്ടത്. പക്ഷേ എനിക്ക് ആ എന്താ പറയുക, ഞാൻ ആ സിനിമ ചിരിച്ച് അവസാനം കരച്ചിലായി. എന്താണെന്നറിയില്ല, എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ ഞാനത് സിനിമയാണെന്നോ ക്യാരക്ടറാണെന്നോ അതൊന്നും അല്ലായിരുന്നു എൻ്റെ മനസ്സിൽ ശരിക്കും ആ വിഷ്ണുവും കല്യാണിയും ജീവിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളെ പോലെയാണ് തോന്നിയത്. അത് കാരണമായിരിക്കാം ആ ക്ലൈമാക്സ് രംഗത്ത് ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. എനിക്കിപ്പോഴും ആ സീന് കാണാൻ പറ്റത്തില്ല കേട്ടോ. എനിക്ക് ആ പഴയ ലാലേട്ടനെ ഇതിൽ കാണാൻ പറ്റുമെന്നൊന്ന് പോയി നോക്കണം. അപ്പം ഞങ്ങൾ ഇന്ന് പോയി തുടരും കണ്ടിട്ട് വരട്ടെ കേട്ടോ. എന്നിട്ട് തുടരും പഴയ ലാലേട്ടനെ നമുക്ക് തിരിച്ചു തന്നോ ഇല്ലയോ എന്നുള്ളത് ഞാൻ നാളെ പറയാം കേട്ടോ. ബൈ.